ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ചാനൽ. ടാറ്റയുടെ പുതിയ ലോഞ്ചായ ടാറ്റ കർവാണ് ഇന്ന് കാണിക്കാൻ പോണത്. ഇത് ഡീസൽ മാനുവൽ വേരിയൻ്റ് ആണ്. അക്കംപ്ലിഷ്ഡ് പ്ലസ് എ എന്നാണ് ഈ വേരിയൻറ്റിൻ്റെ പേര്. ഗോൾഡ് എസൻസ് ആണ് ഇതിൻ്റെ കളറ്. ടാറ്റ ഗോകുലം മോട്ടോഴ്സ് MG റോഡ് എറണാകുളത്ത് നിന്നാണ് ഷൂട്ട് ചെയ്യുന്നത്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. SUV കൂപ്പേ ഡിസൈനാണ് ടാറ്റ കർവിന്. 3 ടൈപ്പ് എൻജിൻ ഓപ്ഷൻസ് ആണ് ഉള്ളത്. ഒരു ഡീസൽ എഞ്ചിനും 2 പെട്രോൾ എഞ്ചിനും. 6 കളർ ഓപ്ഷൻസ് ആണ് ഉള്ളത്. ഗോൾഡ് എസൻസ്, ഫ്ലെയിം റെഡ്, പ്രസ്റ്റീൻ വൈറ്റ്, ഡയറ്റോണ ഗ്രേ, പ്യുവർ ഗ്രേ, ഒപ്പേറ ബ്ലൂ എന്നിവയാണ് 6 കളേഴ്സ്. R18 ആണ് അലോ വീൽസ്. 1 lakh കിലോമീറ്റേഴ്സ് ഓർ 3 years ആണ് കമ്പനി വാറൻറ്റി. ടാറ്റ കർവിന് അഡാസ് ഡ്രൈവിംഗ് സിസ്റ്റമാണ് ഉള്ളത്. 20 ഫീച്ചേഴ്സാണ് ഈ സിസ്റ്റത്തിൽ വന്നത്. അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ, ലെയിൻ ഡിപ്പാർച്ചർ വാർണിംഗ്, ലെയിൻ കീപ്പ് അസിസ്റ്റ്, ലെയിൻ ചേഞ്ച് അലേർട്ട്, അഡാപ്റ്റീവ് സ്റ്റിയറിംഗ് അസിസ്റ്റ്, ഫോർവേഡ് കൊളിഷൻ വാർണിംഗ്, ഓട്ടോണോമസ് എമർജൻസി ബ്രേക്കിംഗ്, ഹൈ ബീം അസിസ്റ്റ്, ട്രാഫിക് സൈൻ റെക്കഗ്നിഷൻ, ഓവർ സ്പീഡ് അലേർട്ട്, റിയർ ക്രോസ് ട്രാഫിക് അലേർട്ട്, റിയർ കൊളിഷൻ വാർണിംഗ്, ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷൻ, ബ്ലൈൻഡ് സ്പോട്ട് വ്യൂ മോണിറ്റർ, ഡ്രൈവർ ഡോസ് ഓഫ് അലേർട്ട്, ഡോർ ഓപ്പൺ അലേർട്ട്. ഒരു ലക്ഷറി കാറിൻ്റെ ഫീച്ചേഴ്സ് തന്നെയാണ് ടാറ്റ കർവിനുള്ളത്. അത് പ്രത്യേകം പറയേണ്ട കാര്യം തന്നെയാണ്. 44 ലിറ്റേഴ്സാണ് ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി വന്നത്. ഷാർക്ക് ഫിൻ ആൻറ്റിന വന്നിട്ടുണ്ട്. 21,50,000 ആണ് ഈ മോഡലിൻ്റെ ഓൺ റോഡ് പ്രൈസ്. ഫ്ലഷ് ഡോർ ഹാൻഡിൽസാണ് വരുന്നത്. ഇപ്പോൾ തുറന്ന് കാണിക്കാം. രാത്രി അതിൻ്റെ സൈഡിൽ ഒരു ചെറിയ ലൈറ്റും കത്തും. ഡ്രൈവർ സീറ്റ് 1 ടച്ച് അപ്പ് ആൻഡ് ഡൗൺ പവർ വിൻഡോസ് ആണ്. ഫുള്ളി ഓട്ടോമാറ്റിക് ORVMs ആണ്. 9 സ്പീക്കേഴ്സിൻ്റെ JBL സിസ്റ്റമാണ്. സബ് വൂഫറും ഉണ്ട്. 6-way പവർ അഡ്ജസ്റ്റബിൾ വെൻറ്റിലേറ്റഡ് ലെതർ സീറ്റ്സ് ആണ് ഫ്രണ്ട് പാസഞ്ചറിനും ഡ്രൈവറിനും ഉള്ളത്. 4 സ്പോക്ക് സ്റ്റിയറിംഗ് വീൽസ് ആണ്. ഡിജിറ്റൽ ഡിസ്പ്ലേ ആണ്. ബാക്ക് ഡോറിലും വാട്ടർ ബോട്ടിൽ ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. (60-40) സ്പ്ലിറ്റ് സീറ്റ്സ് ആണ് ബാക്ക് സൈഡിൽ വരുന്നത്. (500 ആണ് ബൂട്ട് സ്പേസ്. ഗസ്റ്റർ കൺട്രോളിലും സ്വിച്ച് ബട്ടണിലും നമുക്ക് ഓപ്പൺ ചെയ്യാം. R16 ആണ് സ്പെയർ വീലിൻ്റെ സൈസ്. ടൂൾ കിറ്റും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസും 2 ബാഗ് ഹോൾഡർ ഹുക്സും കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴത്തെ സൈഡിലും സെയിം ആയിട്ട് കൊടുത്തിട്ടുണ്ട്. വൺ ടച്ചിൽ തന്നെ നമുക്ക് ബൂട്ട് ക്ലോസ് ചെയ്യാനും പറ്റും. (360° 2D 3D ക്യാമറയാണ് കാണിക്കുന്നത്. (3D ക്യാമറ ഫുൾ വ്യൂ കിട്ടും. നല്ല വ്യൂ ആണ്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, ആമസോൺ അലക്സ എന്നുള്ള ഫീച്ചേഴ്സ് എല്ലാം ഉണ്ട്. മൂഡ് ലൈറ്റ് നമുക്ക് ഇതുപോലെ കളർ നമുക്ക് സെലക്ട് ചെയ്യാം. നല്ല പ്രീമിയം ഫിനിഷ് തന്നെയാണ് കൊടുത്തേക്കുന്നത്. കൂൾഡ് ഗ്ലൗ ബോക്സ് ആണ്
ഉള്ളത്. വൺ ടച്ചിൽ തന്നെ നമുക്ക് സൺ റൂഫ് ഓപ്പൺ ചെയ്യാം. ഞാനൊന്ന് തുറന്ന് കാണിക്കാം. പാനറോമിക് സൺ റൂഫാണ്. വൺ ടച്ചിൽ തന്നെ ക്ലോസും ആവും. ഹെർമൻ്റെ 12.3 ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ് കൊടുത്തേക്കുന്നത്. ഫുള്ളി ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളാണ്. 6 സ്പീഡ് മാനുവൽ ഷിഫ്റ്റാണ്. സ്പോർട്ട്, സിറ്റി, എക്കോ അങ്ങനെ 3 മോഡുകളിലാണ് ഉള്ളത്. ബാക്ക് സൈഡ് ഒന്നുകൂടി കാണിക്കാം. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ലെഗ് റൂമും ഹെഡ് റൂമും ആണുള്ളത്. സെൻറ്ററിൽ 2 AC വെൻസും 2 USB പോർട്ട്സും കൊടുത്തിട്ടുണ്ട്. 2 വിൻഡോൻ്റെ ഭാഗത്തായിട്ട് LED ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട്. 1.5 ലിറ്റർ ക്രയോജെറ്റ് ഡീസൽ എഞ്ചിനാണ്. 1497 cc ആണ്. ആമറോണിൻ്റെ ബാറ്ററിയാണ് കൊടുത്തേക്കുന്നത്. LED ഹെഡ്ലൈറ്റ്സും LED DRLസും LED ഫോഗ് ലാംപ്സുമാണ് ഈ മോഡലിന് വരുന്നത്. ഇത് നൈറ്റ് ടൈമിലുള്ള ഇൻറ്റീരിയർ വ്യൂ ആണ്. നല്ല ആംബിയൻ ലൈറ്റിംഗ് ആണ് കമ്പനി കൊടുത്തേക്കുന്നത്. അത് പല കളറിലുള്ളതുണ്ട്. നമുക്കത് ഇഷ്ടമുള്ള പോലെ നമുക്ക് സെലക്ട് ചെയ്ത് നമുക്ക് വെക്കാം. ബാക്ക് സൈഡിലെയും ഫ്രണ്ട് സൈഡിലെയും DRLസിന് സീക്വൻഷ്യൽ ഡിസൈൻ എന്നാണ് കമ്പനി പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്.